ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേം ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള സന്യാസ യോഗം അല്ലെങ്കിൽ കർമ്മസന്യാസ യോഗം, ആ കർമ്മസന്യാസ യോഗത്തിലെ 4-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, സാഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഇതാണ് ഇപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിലെത്തുന്നതിന് മുമ്പ് ഭഗവാനോട് അർജുനൻ 1-ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്ന ചോദ്യം കർമ്മ സന്യാസവും കർമ്മയോഗവും അല്ലെങ്കിൽ കർമ്മ പരിത്യാഗവും കർമ്മയോഗവും ഇത് രണ്ടും ശ്രേയസ്കരമാണ് എന്ന് അങ്ങ് പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതിൽ ഏതാണ് വിശിഷ്ടമായിട്ടുള്ളത്? ഈ ചോദ്യത്തിന് സമാധാനമെന്നോണമാണ് ഭഗവാൻ 2-ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞു തുടങ്ങുന്നത്. 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഇത് രണ്ടും മോക്ഷപ്രദങ്ങളാണ്. കർമ്മ സന്യാസവും അല്ലെങ്കിൽ കർമ്മങ്ങളെ പരിത്യജിക്കുക, കർമ്മപരിത്യാഗവും കർമ്മയോഗവും ഇത് രണ്ടും മോക്ഷപ്രദങ്ങളാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വൈശിഷ്ട്യമായിട്ടുള്ളത് കർമ്മയോഗം തന്നെയാണ്. കർമ്മം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കർമ്മത്തെ പരിത്യജിക്കുക എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് അവനവനിൽ നിക്ഷിപ്തമായ കർമ്മത്തെ നിർവഹിക്കുക എന്നുള്ളത്. അതിനുശേഷം 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, യാതൊരുവനാണോ ദേഷിക്കുന്നില്ലയോ, ദേഷ്യയോ കാംക്ഷയോ, ദേഷിക്കുന്നുമില്ല കാക്ഷിക്കുന്നുമില്ല, അങ്ങനെയുള്ളവനെ നിത്യസന്യാസി എന്ന് പറയുന്നു. ഇപ്പോൾ സന്യാസി എന്നാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, ഒരാളിൻ്റെ സ്വഭാവം? ഒരു സന്യാസിയുടെ സ്വഭാവം എന്താണ്? അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളിനെ അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തിത്വത്തെയാണ് സന്യാസി എന്ന് പറയുന്നത്? അപ്പം നദ്വേഷ്ടി ന കാംക്ഷതി, ദേഷിക്കുന്നുമില്ല കാക്ഷിക്കുന്നുമില്ല. എന്തെങ്കിലും വേണം വേണം വേണമെന്നുള്ള ചിന്തയുണ്ടോ? അതുമില്ല. ദ്വേഷഭാവമുണ്ടോ എന്തിനോടെങ്കിലും? അതുമില്ല. അങ്ങനെ ദേഷിക്കുന്നുമില്ല കാക്ഷിക്കുന്നുമില്ല. ആ വിധത്തിൽ ജീവിക്കുന്ന ആളെയാണ് നിത്യസന്യാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ മഹാഭാഗോ, ഇവിടെ അർജുനനെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത് ഹേ മഹാബാഹോ എന്നാണ്. ഇപ്പം രാഗദ്വേഷാദി ദ്വന്ദ്വങ്ങളില്ലാത്ത അവൻ ബന്ധനത്തിൽ നിന്നും നിഷ്പ്രയാസം മോചിതനാകുന്നു. എന്ത് ബന്ധനം? കർമ്മബന്ധനം. കർമ്മം ബന്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ബന്ധനം. കർമ്മങ്ങളിലൂടെയുള്ള ബന്ധനമാണ് മനുഷ്യരാശിയുടെ ശരിയായ ബന്ധനം. ആ ബന്ധനമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും വേവലാതികൾക്കും ആവലാതികൾക്കും വിഷമങ്ങൾക്കും ദുരിതങ്ങൾക്കും ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിക്കും എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കുന്നു. ചെയ്യുന്ന കർമ്മത്തിൽ വീണ്ടും വീണ്ടും ഒട്ടി
നിൽക്കുന്നു. അതിൻ്റെ ഫലത്തെ കാക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ വിധത്തിൽ അതിനെ ദ്വേഷിച്ചുകൊണ്ടോ ഏതു വിധത്തിലായാലും ആ കർമ്മവുമായി ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യരാശിക്ക് ദുഃഖത്തിന് കാരണം ആ കർമ്മങ്ങൾ ബന്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ കർമ്മബന്ധനത്തിൽ നിന്നും ഒരു വ്യക്തി മുക്തനാകാൻ കർമ്മം ചെയ്യുന്നു, പക്ഷേ കർമ്മം ബന്ധിക്കുന്നില്ല. കർമ്മം ബന്ധിക്കാതിരിക്കണമെങ്കിൽ ന ദ്വേഷ്ടി ന കാംക്ഷതി, ദ്വേഷവും ഇല്ല, കാക്ഷിക്കുക എന്നുള്ളതുമില്ല. ആ വിധത്തിൽ ഒരു കർമ്മത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാൾ നിത്യസന്യാസി എന്ന തലത്തിൽ നിലനിൽക്കുകയും അയാൾ ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മം അയാളെ ബന്ധിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇവിടെ നാലാമത്തെ ശ്ലോകത്തിൽ സാഖ്യയോഗോ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. അപ്പോൾ ഇവിടെ പറയാണ് സാഖ്യവും യോഗവും സാഖ്യവും അല്ലെങ്കിൽ ജ്ഞാനയോഗവും അല്ലെങ്കിൽ കർമ്മ പരിത്യാഗം എന്ന വിധത്തിൽ ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സാഖ്യന്മാർ, അതുപോലെ തന്നെ യോഗവും എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്, യോഗി. അപ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗവും പൃഥക് ബാലാ പ്രവദന്തി, പൃഥക് വെവ്വേറെയാണ് എന്ന് ബാലാ പ്രവദന്തി. ആരാണ് പറയണത്? പ്രവദന്തി. ആരാണ് പറയണത്? അറിവില്ലാത്തവർ, അറിവ് കുറഞ്ഞവർ മാത്രമേ സാഖ്യവും യോഗവും അല്ലെങ്കിൽ കർമ്മ അല്ലെങ്കിൽ ജ്ഞാനയോഗവും കർമ്മയോഗവും ഇത് രണ്ടാണ് എന്ന് പറയുന്നത് ആരാണ്? കേവലം അറിവില്ലാത്തവരാണ്. ന പണ്ഡിതാ, പണ്ഡിതന്മാർ ഒരിക്കലും അങ്ങനെ പറയില്ല. പണ്ഡിതന്മാരൊരിക്കലും ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടാണ് അല്ലെങ്കിൽ വെവ്വേറെയാണ് എന്ന് പറയാറില്ല. പറയുന്നത് ആരാണ്? ബാലാ പ്രവദന്തി. ബാലന്മാർ, അറിവില്ലാത്തവർ, അറിവ് കുറഞ്ഞവർ ആണ് ഇത് രണ്ടാണ് എന്ന് പറയുന്നത്. ഏകം അപി ഇവയിൽ ഒന്നിനെ സമ്യക് വേണ്ടും വിധം അടുക്കും ചിട്ടയോടും കൂടി, ഇവയിലൊന്നിനെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ആസ്ഥിതാ ആശ്രയിക്കുന്നവൻ, ഉഭയോ രണ്ടിൻ്റെയും ഫലം വിന്ദതേ ഫലത്തെ പ്രാപിക്കുന്നു. ഇവയിലൊന്നിനെ സമ്യക്കായിട്ട് എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല, വേണ്ടും വിധത്തിൽ അടുക്കും ചിട്ടയോടും കൂടി സമാശ്രയിച്ചാൽ, അത് ജ്ഞാനയോഗത്തെ ആയാലും കർമ്മയോഗത്തെ ആയാലും വേണ്ടും വിധത്തിൽ സമ്യക്കായിട്ട് ചിട്ടയോടുകൂടി ആസ്ഥിത ആശ്രയിച്ചാൽ ഉഭയോ രണ്ടിൻ്റെയും ഫലം വിന്ദതേ രണ്ടിൻ്റെയും ഫലത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഒന്നിനെ ആശ്രയിച്ചാൽ മറ്റൊന്നിൻ്റെയും ഫലം അതുതന്നെയാണ്.
കേവലം രണ്ടും രണ്ട് വഴിക്കല്ല പോകുന്നത്. രണ്ടിൻ്റെയും ഫലം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഏതൊന്നിനെ വേണമെങ്കിലും ആശ്രയിക്കാം. പക്ഷേ ആശ്രയിക്കുമ്പോൾ അത് സമ്യക്കായി ആശ്രയിക്കണം. അതിനെ ശരിയായ വിധത്തിൽ അടുക്കും ചിട്ടയോടും കൂടി ശരിയായ വിധത്തിൽ അതിനെ ആശ്രയിക്കണം, സമാശ്രയിക്കണം. അതുമായിട്ട് മുന്നോട്ട് പോകണം, അതിലൂടെ മുന്നോട്ട് പോകണം. അപ്പം ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടും രണ്ടാണ്, അത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കുന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നു എങ്കിൽ അത് അറിവില്ലാത്തവരാണ്. അറിവുള്ളവരങ്ങനെ പറയില്ല. അറിവുള്ളവർ ഒരിക്കലും ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടും രണ്ടാണ് എന്ന് പറയില്ല. പറയുന്നവർ അറിവില്ലാത്തവരാണ്. ആരായാലും ശരി, കർമ്മയോഗത്തെയോ ജ്ഞാനയോഗത്തെയോ ഇതിലേതെങ്കിലും രണ്ടിലെ ഒന്നിനെ സമ്യക്കായിട്ട് സമാശ്രയിച്ചാൽ, അതിനെ കൃത്യമായ നിഷ്ഠയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി ശരിയായ വിധത്തിൽ സമാശ്രയിച്ചാൽ തീർച്ചയായിട്ടും രണ്ടിൻ്റെയും ഫലം കിട്ടുന്നു. രണ്ടിൻ്റെയും ഫലം ഒന്നാണ് എന്ന് അപ്പോൾ ഒരു വ്യക്തിക്ക് മനസ്സിലാകും. ഇപ്പോൾ രണ്ടും രണ്ടല്ല, ദ്വൈതമല്ല, ഇത് രണ്ടും അദ്വൈതമാണ്. പക്ഷേ അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് മാത്രമാണ് ശരി, അത് അത്ര പോരാ എന്നൊക്കെ ചിന്തിക്കുന്നത് അറിവില്ലാത്തവരുടെ ലക്ഷണമാണ്. ഇപ്പം ജ്ഞാനയോഗം കർമ്മയോഗം എന്നും രണ്ടും രണ്ടാണ് എങ്കിലും അതിനെ വേണ്ട വിധത്തിൽ സമ്യക്കായിട്ട് സമാശ്രയിച്ചാൽ തീർച്ചയായിട്ടും അത് ഏതെങ്കിലും ഒന്നിനെ സമീപിച്ചാൽ അത് രണ്ടിൽ നിന്നുമുണ്ടാകുന്ന ഫലം ഒന്നു തന്നെയാണ് എന്ന് ബോധ്യമാകും. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ബോധ്യമാകും. രണ്ട് വഴികളും ഒരു ലക്ഷ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് ബോധ്യമാകും. രണ്ടും രണ്ടല്ല, രണ്ടും രണ്ടാണ് എന്ന് വിചാരിക്കുന്നത് അറിവില്ലാത്തവരാണ്. പണ്ഡിതന്മാരൊരിക്കലും ഈ സാഖ്യയോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും സാഖ്യവും കർമ്മയോഗവും രണ്ടും രണ്ടാണ് എന്ന് പറയില്ല. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.